അകത്തേക്ക് കയറുമ്പോഴേ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമാണ്. മനുഷ്യൻ അവന്റെ പലതരം പ്രശ്നങ്ങളിൽ മാനസികമായി ശാരീരികമായി തളരുമ്പോ അവര് കണ്ടെത്തുന്ന ഏക ആലംബ ദൈവം. അവരല്ലാതെ നമുക്ക് ആരുണ്ട്? നീ പറഞ്ഞത് ശരിയാ. നമ്മുടെ എല്ലാവരുടെയും രക്ഷകർത്താവ് ദൈവമാ. ചേച്ചി, പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും അവൻ പരിഹാരം കണ്ടെത്തി തരും. അല്ലെങ്കിൽ അതിനൊക്കെ മറികടക്കാനുള്ള കരുത്ത് അവൻ കണ്ടെത്തി തരും. ഇന്ന് അമ്പലത്തിൽ എന്തെങ്കിലും വിശേഷ പൂജ ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഇന്ന് വഴിപാടുകളെല്ലാം ഇത്തിരി വൈകും. രസീത് തരാനും വൈകും. അതെന്താ? ഇന്നത്തെ ദിവസത്തെ പ്രത്യേക പൂജകളെല്ലാം ഒരു VIP ആണ് നടത്തുന്നത്. അകത്ത് അദ്ദേഹത്തിന്റെ വക ഗണപതി ഹോമം നടക്കുക. അത് കഴിഞ്ഞ് സർവേശ്വര പൂജയും ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞേ മറ്റു വഴിപാടുകൾ കഴിക്കൂ. ക്ഷേത്രത്തിലും ഭക്ഷവേദോ? ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യമാണ്. ഇതെന്താ ആളും തരമൊക്കെ നോക്കിയാണോ നിങ്ങൾ പൂജ ചെയ്യുന്നേ? അല്ല, അതൊരു VIP വക പൂജയല്ലേ? VIP വക പൂജയോ? എന്റെ അനിയനേക്കാൾ വലിയ VIP ഈ നിൽക്കുന്ന ആളെ നിങ്ങൾക്കറിയോ? ഇത് പ്രതാപവർമ്മ സാറല്ലേ? എനിക്കറിയാം. എടോ, പ്രതാപവർമ്മയേക്കാൾ വലിയ VIP ആരാ ഈ നാട്ടിലുള്ളേ? മാഡം ദേഷ്യപ്പെടാതെ. പ്രതാപവർമ്മ സാർ മുൻ മന്ത്രിയാണ്, VIP-യുമാണ്. ഇപ്പൊ സാറിന്റെ അവസ്ഥയും എനിക്കറിയാം. ഇന്ന് നടക്കുന്ന പൂജ സാറിനേക്കാൾ വലിയൊരു VIP-യുടേതാണ്, ഒരു കേന്ദ്രമന്ത്രിയുടെ. കേന്ദ്രമന്ത്രിയുടെ മകളും ഈ നാട്ടിലുള്ള ഒരു പയ്യനുമായിട്ടുള്ള വിവാഹം നടക്കാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു പൂജയാ. ആ പയ്യനും ഫാമിലി ഇപ്പോൾ വരും. അവർ വന്ന് ചടങ്ങ് കഴിഞ്ഞ് പോയ ശേഷമേ മറ്റു പൂജകളും വഴിപാടുകളും നടക്കൂ. ചേച്ചി, നമുക്ക് അമ്പലം വലം വെച്ച് പ്രാർത്ഥിച്ചാലോ? രാജുവിനെ കാണണമെങ്കിൽ ഈ അമ്മായിയുടെ കണ്ണീന്ന് മാറണം. അച്ഛാ, നിങ്ങൾ അങ്ങോട്ട് നടന്നോ. ഞാൻ ഈ ഗണപതി നടയിൽ പ്രാർത്ഥിച്ചിട്ട് വരാം. ചേച്ചിയോ?